ഇന്ന് അപ്പം നമ്മളൊരു കുക്കീസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓട്സും മൈദയും അതുപോലെ ഇത്തവണ ഞാൻ നമ്മുടെ കുക്കീസിൽ മുട്ടയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 1 കപ്പ് മൈദ ചേർത്തു, 1 കപ്പ് ഓട്സ് ചേർത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വാനില എസൻസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു നുള്ളതുപോലെ ഞാൻ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് വെച്ചാൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെല്ലാം ഇട്ടതിന് ശേഷം കൈ വെച്ച് ഞെരടി എല്ലായിടത്തേക്കും ഈ പറഞ്ഞ ഇങ്ങനെ തിരുമ്മി പുട്ടിന് നനയ്ക്കണ പോലെ ഞാൻ ഈ വാനില എസൻസിൻ്റെയും അതുപോലെ മുട്ടയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ എസൻസ് ഒഴിച്ചതും അതുപോലെ മുട്ടയുടെ മിക്സ് ഒഴിച്ചതൊക്കെ എല്ലായിടത്തേക്കും തിരുമ്മി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് സമയം അത് ചെയ്യേണ്ടി വരും. എല്ലായിടത്തേക്കും ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഈ വാനില എസൻസിൻ്റെ അല്ലെങ്കിൽ മുട്ടയുടെ ഒക്കെ ആ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയത് കേട്ടോ. കുറച്ച് സമയം എടുക്കും, എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നില്ല, മാത്രമല്ല നല്ല ക്രിസ്പി ആയിരുന്നു. ഇത്തവണ ഓട്സ് ചേർത്തിട്ടും നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുമായിരുന്നു. നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്തു. 3/4 കപ്പോളം വേണ്ടി വന്നതിന്. അത് മുട്ടയുടെയും എല്ലാത്തിൻ്റെയും വലിപ്പം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏകദേശം കുഴച്ചു. പിന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. ബേക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു ഇത്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ഇനി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്പിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള മുട്ട ചേർത്ത നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഓട്സ് കുക്കീസാണിത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഓട്സാന്ന് പറയില്ല.